എല്ലാവർക്കും ദൈവം ഒന്നേ ഉള്ളൂ ആയതിനാൽ തന്നെ നിസ്കാര സമയത്ത് ആക്രമണം നടത്തില്ല എന്ന ഒരു നിലപാട് തങ്ങൾ നേരത്തെ തന്നെ അവിടെ മുൻകൂട്ടി ഉറപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ ഇന്ത്യയുടെ സൈനിക നടപടി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യക്ക് സാധിച്ച ഒന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളാകട്ടെ അത് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അന്ന് നടന്ന ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ കൃത്യതയോടെയും ശ്രദ്ധാപൂർവവും തയ്യാറാക്കിയ സമയക്രമത്തിലൂടെ മാത്രമാണ് അത് ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തത് എന്നതാണ് ഇവിടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രാർത്ഥനാ സമയങ്ങളിൽ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നത് സേന മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നതായി തന്നെ അദ്ദേഹം പറയുന്നു. ഭീകര ക്യാമ്പുകളിൽ അവർ നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ സൈനിക നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നത് ഉറപ്പാക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും ദൈവം ഒന്നേ ഉള്ളൂ എന്ന ഒരു നിലപാടാണ് ഇവിടെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം പ്രാർത്ഥനകൾ നടക്കാത്ത സമയം ഞങ്ങൾ ആക്രമണത്തിനായി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർക്ക് വലിയ രീതിയിൽ അവർ ദാരുണമായ ഒരു അന്ത്യം അവർക്കുണ്ടാവുകയും 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിലുള്ള സൈനിക നടപടി ഇന്ത്യ ആരംഭിച്ചത്. പാക് അതിർത്തിയിലെയും അതേപോലെ തന്നെ പാക് അധീന കാശ്മീർ മേഖലയിലെയും ഭീകര പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടി ഉണ്ടായത്. ബംഗളൂരുവിൽ നടന്ന റൺ സംവാദ് ഫോറത്തിലാകട്ടെ അവിടെ സംസാരിക്കുന്ന വേളയിലാണ് ദ്വിവേദി ഈ ഒരു ഓപ്പറേഷനെ ഇതിനെപ്പറ്റി ഇന്ത്യയുടെ സൈനിക പരിണാമത്തിലെ ഒരു വഴിത്തിരിവായി തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷന് ശേഷം യുദ്ധ സംഘടനയും മാനസിക പ്രതിരോധ വിഭാഗവും അവിടെ സ്ഥാപിക്കുന്നതിലൂടെ തന്നെ ഈ മേഖലയിലെ കഴിവുകൾ ശക്തിപ്പെടുത്താൻ കരസേന നീങ്ങുന്നുണ്ട് എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വലിയ രീതിയിൽ തുടരുന്നു എന്ന ഒരു മുന്നറിയിപ്പ് ഇതിനു മുൻപേ തന്നെ കരസേനാ മേധാവി നൽകിയതാണ്. ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഷ്പ്രവൃത്തി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോഴും 8 ഭീകര ക്യാമ്പുകൾ സജീവമാണ് എന്നും ഏതെങ്കിലും ഗ്രാമത്തിൽ ഇതുണ്ടായാൽ അവിടെ വലിയ രീതിയിൽ നടപടി എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമായൊരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരുന്നു. മെയ് 7-ാം തീയതി രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഓപ്പറേഷൻ 88 മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. ഭീകരവാദികളുടെ താവളങ്ങൾ തകർക്കുകയും പാകിസ്ഥാന്റെ ആണവ ഭീഷണികളെ ദുർബലപ്പെടുത്തുകയും ചെയ്തതാണ്. അതേപോലെ പാകിസ്ഥാന്റെ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഏകദേശം 100 സൈനികർ കൊല്ലപ്പെട്ടതായും ഇവിടെ കരസേനാ മേധാവി അന്ന് നടത്തിയ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.